വഫിയ കോഴ്സും ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. സമസ്ത അതിൻ്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല. വഫിയ കോഴ്സിന് അംഗീകാരം വിവരിച്ചിരിക്കുന്നു സംസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു രേഖയിലും അത് കാണാൻ പറ്റില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയിരുന്നു അതൊന്നും ആരും കാര്യമാക്കേണ്ടതില്ല. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. അത് സംസ്ഥയുടെ അഭിമാനമാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത്. വഫിയ മാത്രമല്ല, നമ്മളിൽ നിന്നുള്ള പലർക്കും എന്താപ്പോ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും, അവരെ വിട്ടാലും ഒന്നും വരാതെ ഇവിടെ പലരെയും വിട്ടിക്കണ്, ഇവരെക്കാൾ വലിയ പലരെയും നമ്മൾ വിട്ടത്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിക്കൂല. അപ്പൊ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വിടാൻ പറ്റൂല എന്ന് വിചാരിച്ച് 3 വർഷമായി, ഇപ്പൊ 3-4 വർഷമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പല മുഷാവറ യോഗങ്ങളും സ്പെഷ്യലായി കൊണ്ട് വിളിച്ചു ചേർത്ത ഒരുപാട് മുഷാവറ യോഗങ്ങൾ. ഇതൊക്കെ ഇതിനു വേണ്ടിയാണ്, എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളായിട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പിന്നെ പറയാം, എന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പൊ അതിന്റെ മുമ്പായിട്ട് വരിക ചർച്ച ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിവിടെ ഇപ്പൊ നമ്മളെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി തിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇത്. ആരും ഇറച്ചി തിന്ന് നമുക്ക് വേണ്ടല്ലോ. ഇപ്പൊ ഇറച്ചി ആർക്കും വേണ്ടാത്ത കാലഘട്ടം. പിന്നെ ഇപ്പൊ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം ഇവിടെ കഴിക്കണം. അപ്പൊ ഇത് ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി ഒന്ന് സംഘടിപ്പിക്കപ്പെട്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മിണ്ടാതെ ഇരുന്നപ്പോൾ നമ്മളെ അണികൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മളെ ഉസ്താദ് നിങ്ങൾ എന്താ ഒരു തകരാറ്, അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നല്. തുറന്ന് പറഞ്ഞ് ഭക്ഷണാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതൊക്കെയാണ്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയോ? ഈ പറയപ്പെടുന്ന വിഭാഗത്തിലേക്ക് ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് അതിന് മാറ്റി. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബന്ധപ്പെട്ട ആളുകൾ അവര് ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു, അത് മാറ്റി. അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന, അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം. അപ്പൊ ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിടില്ല എന്ന് മനസ്സിലാക്കുക. ജനങ്ങളുടെ മുന്നിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തു കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്നത് അല്ലാഹു അഅലം അവരെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത്. അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കല്ലേ വേണ്ടത്. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താന്നുള്ളത്. അത് ഫത്വ കൊടുക്കുകയോ കിതാബ് ഓതി കൊടുക്കുകയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളുള്ള ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം. അപ്പോൾ അതൊക്കെ ആ നിലക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ മുശാവറ മെമ്പർമാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന ശരിക്ക് പഠിച്ചുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതെല്ലാം മുൻഗാമികളാവുന്ന നമ്മളെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാ തുടങ്ങി മഹത്തുക്കളാവുന്നതായ സഹാബത്തു താബിഈങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത്. അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത്. അപ്പൊ ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകം ഇവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചുകൊണ്ടും അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താബിഈങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണിത്.
ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാത്ത പറഞ്ഞത് ശരിയല്ല. ഇത് പരമ്പരാഗതമായി കിട്ടിയ